അതെ, ഈ ഹിജാബ് എന്ന് പറഞ്ഞതുണ്ടല്ലോ, ഇപ്പം ഞാനിട്ട് നടക്കുമ്പോൾ എനിക്കിതൊരു ഭാരമായിട്ട് തോന്നുന്നില്ല കേട്ടോ. കാണുന്ന പല ആളുകൾക്കും ഇതൊരു ഭാരമാണെന്നുണ്ടെങ്കിലും എനിക്ക് സേഫായിട്ടുള്ള അതല്ലെങ്കിൽ കംഫർട്ടായിട്ടുള്ള ഒരു ഡ്രസ്സ് തന്നെയാണ് ഈ ഒരു ഹിജാബും അബായ എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ മുഖം മറച്ച് നടക്കുന്നതിലോ കൈയും കാലും മറച്ച് നടക്കുന്നതിലോ എനിക്കൊരു യാതൊരു ഒരു നാണക്കേടോ അല്ലെങ്കിൽ യാതൊരു വിഷമവും ഇല്ല. പക്ഷെ കാണുന്ന പല ആളുകളും ഞാനിത് വിഷമത്തോടു കൂടെ ഇട്ട് നടക്കുന്ന പോലെയാണ് ഓരോ ചോദ്യങ്ങളും അല്ലെങ്കിൽ എന്നെ കാണുമ്പോഴുള്ള അവരുടെ എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് പേഴ്സണലി പറയാനുള്ളത്, ഞാൻ പഠിച്ച ഇസ്ലാം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് സ്ത്രീയുടെ വസ്ത്രം ഇതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വസ്ത്രം തിരഞ്ഞെടുത്തതും എൻ്റെ ഇഷ്ടാനുസരണം ഞാനിതിട്ട് നടക്കുന്നതും. കഴിഞ്ഞൊരു 8 വർഷമായിട്ട് ഞാനിത് തന്നെയാണ് ഇട്ട് നടക്കുന്നത്. ചില ആളുകളൊക്കെ എന്നെ കാണുമ്പോൾ പറയും, ഖിയാമത്ത് നാൾ വരെ നിലനിന്നാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ മരണം വരെ നിലനിന്നാൽ മതിയായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാനും ദുആ ചെയ്യുന്നുണ്ട്. ഇത് ഈ ഒരു വിശ്വാസത്തോടു കൂടെ മരണം വരെ പോകണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഈ ഒരു ഹിജാബ് ഇട്ട് പുറത്ത് പോകുന്നതിലോ അല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ തന്നെ അന്യപുരുഷൻ വന്നാൽ ഈ ഹിജാബ് ധരിക്കുന്നതിലോ യാതൊരു സങ്കടം യാതൊരു വിഷമവും എനിക്കില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ചുറ്റുമുള്ള ആളുകൾ എത്രത്തോളം വിഷമിച്ച് എന്നോട് പറഞ്ഞാലും എനിക്കതൊരു പ്രശ്നമല്ല. പിന്നെ എന്നോട് എന്തെല്ലാം അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഈ 8 വർഷമായിട്ടും എന്നോട് ഇപ്പോഴും ഓരോരുത്തരും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ എനിക്കൊരു കാര്യമാണ് പറയാനുള്ളത്. എപ്പോഴെങ്കിലും ഞാൻ നിങ്ങളോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ ഒരു സ്ത്രീയാണെങ്കിൽ അല്ലെങ്കിൽ പുരുഷനാണെങ്കിൽ നിങ്ങളുടെ വൈഫിനോടോ ഹിജാബ് ഇട്ട് നടക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചോ. കാരണം നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങൾ ജീവിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു.